ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഒറിജിനൽ വിശേഷം വന്നിട്ടില്ല, ഡിലേ ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരു വലിയ പ്രമോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു പ്രമോ കിട്ടിയായിരുന്നു, പിന്നെ ഇന്നത്തെ ഫുൾ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കഥ പറയുന്നത് കൊണ്ട് ഒത്തിരി നീട്ടിക്കുറിക്കുകയൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫുൾ വിശേഷം വരുമ്പോൾ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഇന്ന് ആ ഒരു അനാഥാലയത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ രേവതിനെ കൊണ്ടുപോകാൻ വരുന്ന സ്ത്രീ അത്രയ്ക്ക് വെടുപ്പും വൃത്തിയുമുള്ള സ്ത്രീയൊന്നും അല്ല കേട്ടോ. വെടുപ്പും വൃത്തിയെന്ന് ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് ഏതോ വലിയൊരു പെണ്ണാണ്, വലിയൊരു സ്ത്രീയാണ് ജോലിക്ക് വേണ്ടി വരുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്നത്. അപ്പം രണ്ട് സ്ത്രീകളാണ് കേട്ടോ വരുന്നത്. അപ്പം പുള്ളിക്കാരി വിചാരിക്കുന്നത് കുറച്ച് പ്രായമായ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയാണ് വീട്ടു ജോലിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ഒക്കെ ഓർത്താണ് വരുന്നത്. അപ്പം ഇതിനു മുമ്പായിട്ട് തന്നെ രേവതിക്ക് ഇവിടെ വിട്ടു പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമ്മുടെ അലീനയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല, ഇവിടുന്ന് ഞാൻ പോവില്ല ചേച്ചി, ഇത് നമ്മുടെ വീടല്ലേ ചേച്ചി, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലുണ്ട്. അപ്പം നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് സത്യം പറഞ്ഞാൽ വീടില്ലല്ലോ രേവതി, നമുക്ക് എവിടെയാ വീടുള്ളത്, ഇനിയിപ്പം നമുക്ക് നമ്മുടെ മമ്മീനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല, മമ്മിയുടെ അവസ്ഥ നിനക്കറിയാലോ, മമ്മി ഇത്രയും നാൾ നമ്മൾ നോക്കി, ഇത്രയും വരെ എത്തിച്ചു, നമ്മളെ പറക്കം മുറ്റാറായപ്പോഴല്ലേ നമ്മളെ പറത്തി വിടുന്നത്, ഒരിക്കലും അല്ലാതെ നമ്മൾ കൈയൊഴിയുന്നതല്ലോ, അതുകൊണ്ട് മമ്മിക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്, മമ്മി എങ്ങോട്ടേക്ക് വിടുന്നു അവിടെ നമ്മൾ പോണം, അത് നമ്മുടെ കടമയാണ്. ഇത്രയും നാളുടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ മമ്മിയുടെ ഔദാര്യമല്ലായിരുന്നോ, മമ്മി നമ്മളെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഏതോ മൂലയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട നമ്മൾ ഇവിടം വരെ നമ്മളെ മമ്മി എത്തിച്ചില്ലേ, അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് സഞ്ചരിക്കാനുള്ളത്, അല്ലെങ്കിലും ഒറ്റയ്ക്കല്ലേ എല്ലാവരും വരുന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നതും, നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി രേവതി എന്ന് പറഞ്ഞ് രേവതിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അലീനയുടെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടെങ്കിൽ പോലും രേവതിനെ നല്ല രീതിയിൽ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതേ സമയം വീണ്ടും നമ്മുടെ കുഞ്ഞിരാമൻ മേനോനെ കാണിക്കുന്നുണ്ട്. കുഞ്ഞിരാമൻ മേനോന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ തന്നെയാണ്. പുള്ളിക്കാരൻ മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ശ്വാസം പോലും വലിച്ചു വിടാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോന്റെ മകള് വരികയാണ്, അതായത് അലീനയുടെ അമ്മ വരികയാണ്. അപ്പൊ അലീനയുടെ അമ്മ വന്ന് കുഞ്ഞിരാമൻ മേനോനെ കാണുന്നതാണ് ഇന്നത്തെ പ്രധാന ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ വിശേഷം ഇന്ന് ഡിലേ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമാണ് കുഞ്ഞിരാമൻ മേനോന്റെ മകള്, അതായത് അലീനയുടെ അമ്മ. അലീനയുടെ അമ്മയും തന്നെയാണ് ഈ കഥയിലെ മെയിൻ റോള് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ഫുള്ള് റോൾ അവർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോന്റെ മകള് വരുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഇച്ചിരി ഡിലേ ആക്കി നമ്മുടെ എപ്പിസോഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി എത്തുന്നു. പുള്ളിക്കാരി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിരാമൻ മേനോനോട് അച്ഛ എങ്ങനെയുണ്ട് അച്ഛ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന്, അച്ഛൻ മരിക്കാറായി എന്നൊക്കെ അറിയാം, എങ്കിൽ പോലും അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ പോട്ടെ അച്ഛാ, സാരമില്ല അച്ഛ എന്നൊക്കെ പറയും. എൻ്റെ അച്ഛനൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും തന്നെ കുഞ്ഞിരാമൻ മേനോൻ എന്തൊക്കെയോ പറയാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ വരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ പറച്ചിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ശ്വാസം കിട്ടാതെയുള്ളൊരു വെപ്രാളത്തോടു കൂടിയുള്ളൊരു സംസാരമാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും പെട്ടെന്നൊന്നും അത്രയ്ക്ക് നന്നായിട്ട് പിടികിട്ടത്തില്ല കുഞ്ഞിരാമൻ മേനോന്റെ ആ ഒരു സംസാരം. പക്ഷെ നമ്മുടെ മനുശങ്കറിന് മനസ്സിലാവും. മനു ഏത് നേരവും പുള്ളിക്കാരന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മനുശങ്കറിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. പക്ഷെ വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ മോള് ചോദിക്കുന്നുണ്ട്, ഈ അലീനയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അച്ഛൻ എന്നോട് എന്താ പറയാനുള്ളത്, എന്നെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അതെന്ത്. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ മനുശങ്കറിനോട് പറഞ്ഞായിരുന്നു കേട്ടോ ഈ പുള്ളിക്കാരിനെ കാണണമെന്ന്. അപ്പൊ അത് പ്രകാരമാണ് പുള്ളിക്കാരി വന്നത്. അപ്പം അച്ഛൻ എന്താ എന്നോട് പറയാനുള്ളത്, അച്ഛൻ തുറന്നു പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് വെളിയിലേക്ക് അങ്ങ് വരുന്നില്ല. പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ മുക്കുകയും മൂളുകയും ചെയ്യുന്നതല്ലാതെ പുള്ളിക്കാരന്റെ ശബ്ദം നിലച്ചു കഴിഞ്ഞു. പുള്ളിക്കാരന്റെ ഒരു ചെറിയൊരു ഒരു തരി ശ്വാസം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരന്, ബാക്കിയൊന്നും പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും പിടികിട്ടുന്നില്ല കേട്ടോ ഈ പറയുന്ന അലീനയുടെ അമ്മയ്ക്കും. അലീനയുടെ അമ്മ
സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്, തനിക്ക് അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയാണ്. പുള്ളിക്കാരിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് അസ്ഥിക്ക് പിടിച്ചൊരു പ്രണയം തന്നെ ആയിരുന്നു. പക്ഷെ അത് എന്താ പറയുക, ഒരു കാരണവശാൽ അത് നടന്നില്ല, ഒരു വിവാഹം നടന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. ആ കുഞ്ഞ് നമ്മുടെ അലീനയാണ്. അപ്പം അത് പറയാൻ വേണ്ടിയാണ്, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ വാ തുറക്കുന്നത്. പക്ഷെ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല, അക്ഷരം മനസ്സിലാവുന്നില്ല, ശ്വാസം പോലും കിട്ടുന്നില്ല. അതേസമയം വീണ്ടും നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. രേവതി ആണെങ്കിൽ ഭയങ്കര കരച്ചിലോ കരച്ചിലോ കരച്ചിൽ. അങ്ങനെ നമ്മുടെ ബ്രിജിത്താമ്മ രേവതിയെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ ബ്രിജിത്താമ്മ, അവളെ എനിക്ക് പിരിയാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ബ്രിജിത്താമ്മ അലീനയെ സമാധാനിപ്പിക്കുന്നു, അലീന രേവതിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെയാണ് രേവതിയെ കൊണ്ടുപോകാൻ ആ ഒരു രണ്ട് സ്ത്രീകൾ അവിടെ വരുന്നത്. എന്നിട്ട് ബ്രിജിത്താമ്മ അല്ലേ എന്ന് ചോദിക്കുന്നു, നിങ്ങളല്ലേ ബ്രിജിത്താമ്മ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇച്ചിരി പരിക്കരായിട്ടുള്ള സംസാരമാണ് കേട്ടോ. ഒരു എന്താ പറയാ, ഒരു മര്യാദയില്ലാത്തൊരു സംസാരമാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ആ സ്ത്രീ കുറച്ച് ദുഷ്ട സ്ത്രീ തന്നെയാണ്. ദുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും രേവതിയുടെ കാര്യം പോക്കാണ് അവിടെ പോയി കഴിഞ്ഞാലെന്ന്. പക്ഷെ ആദ്യമൊക്കെ രേവതിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ രേവതിക്ക് കുഴപ്പമൊന്നുമില്ല, രേവതിയെ സ്വന്തം മകളെ പോലെ തന്നെയാണ് ആ സ്ത്രീ നോക്കുന്നത്. പക്ഷെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നിൽക്കാനൊക്കെ. അങ്ങനെ രേവതിനെ കണ്ടു കഴിയുമ്പോൾ ഇതെന്താ, ഈ പീറ പെണ്ണിനെയാണോ ഞാൻ കൊണ്ടുപോകുന്നത്, ഇതിപ്പോ ഇതിന്റെ പണിയും കൂടെ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വരൂലേ എനിക്ക്, ഇതാണോ, ഞാൻ ഓർത്തു ഇച്ചിരി തണ്ടും തൻ്റെ ഇടം ഒക്കെ ഉള്ളൊരു സ്ത്രീ ആയിരിക്കുന്ന ഓർത്ത്. ഇതിപ്പോ ഒരു വീറ പെണ്ണിനെ കൊണ്ടുപോയി ഞാൻ എന്ത് പണി എടുപ്പിക്കാനാ എന്റെ പൊന്നു പ്രജിത്താമ്മ, ഇതിപ്പോ എനിക്ക് ചെയ്യുന്ന ഒരു വലിയ ചതിയായി പോയല്ലോ, ഇതിപ്പോ കൊണ്ടുപോകാതിരിക്കാനും പറ്റത്തില്ല, കൊണ്ടുപോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും അവർ ചൂടാവുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അവൾക്ക് ഇത്ര വയസ്സേ ഉള്ളെങ്കിലും അവള് നല്ല പ്രായത്തിന്റെയും പക്വതയുടെയും ഒക്കെ ഒരു ഇതാണ്, അവൾ നല്ല രീതിയിൽ തന്നെയാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും അവൾ എടുത്തോളും, അവളുടെ പ്രായത്തിന്റെ ഇത് നോക്കണ്ട, അവളുടെ മനസ്സിന് അവളുടെ പ്രായത്തിനേക്കാൾ വളർച്ചയുണ്ട്. എൻ്റെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തോളും അവള് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഏതായാലും വന്നു പോയില്ലേ, കൊണ്ടുപോയേക്കാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ രേവതിക്ക് ബാഗൊക്കെ എടുക്കാനും ബാഗിൽ തുണികളൊക്കെ പിറക്കി വെക്കുമ്പോഴും ഒക്കെ ചങ്ക് പൊട്ടുന്നൊരവസ്ഥയാണ് കേട്ടോ. അലീനയ്ക്കോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കണ്ണുകളിൽ ഈറനണിയിക്കും ആ ഒരു സീനൊക്കെ കണ്ടു കഴിയുമ്പോൾ. സത്യമായിട്ട് കേട്ടോ, നമുക്ക് ആകാശദൂത് പഴയ സിനിമയില്ലേ, അതിലിങ്ങനെ ഓരോ മക്കളെ കൊടുക്കുമ്പോൾ നമ്മുടെ ചങ്കി ഇങ്ങനെ പൊടിയുമല്ലേ, ആ ഒരു അവസ്ഥ തന്നെ തോന്നുന്നില്ലേ. സത്യമായിട്ടും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇന്ന് ഈ ഒരു വിശേഷമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞിരാമൻ മേനോനും മരിക്കാൻ പോവുകയാണ്. ഏതായാലും കാത്തിരിക്കുക, എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഫുൾ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഫുൾ വിശേഷമല്ല, ഇന്നത്തെ പ്രമോ വിശേഷമാണ്. വലിയ പ്രമോയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഒരു പ്രമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ ഇത്ര കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് ഇന്ന് ഫുൾ വിശേഷത്തിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ അത് പറയാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.